കർത്താവിൻ്റെ കൃപയിലേക്കും സ്നേഹത്തിലേക്കും ഞാൻ സസന്തോഷം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇന്നത്തെ ചിന്തയ്ക്കായി നിങ്ങളോട് സംസാരിക്കുവാനായി വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നൽകിയിരിക്കുന്നത്. അത് പാപത്തെക്കുറിച്ചാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മനുഷ്യനല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നു. അപ്പോൾ പാപത്തെക്കുറിച്ച് എന്തിന് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയിരിക്കണം? സിൻ അത്രയും വലിയൊരു ഒഫൻസാണോ? പാപത്തിന് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എന്തും ചെയ്യാൻ സാധിക്കും. അതുപോലെ പാപത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ തകർച്ചയുടെ മാക്സിമം ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പാപത്തിന് സാധിക്കും. തകർച്ചയ്ക്ക് എന്തെല്ലാം സ്കോപ്പുണ്ടോ ആ എല്ലാ വഴികളിലേക്കും ഒരു വ്യക്തിയെ കൊണ്ടുപോകാൻ പാപത്തിന് സാധിക്കും. അപ്പോൾ പാപത്തെക്കുറിച്ച് ഒരു ദൈവ പൈതൽ അവയർനെസ് ഉള്ളവനായില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈഫിൽ സക്സസിൻ്റെ സാധ്യത തുലോം താഴെയാണ്. ഒരു വ്യക്തിക്ക് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ അവൻ പരാജയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. എക്സാമിന് പോകുന്ന ഒരു വ്യക്തി എനിക്ക് പഠിക്കണ്ട, പകരം ഞാൻ പേപ്പർ കട്ട് ചെയ്ത് മെല്ലെ സോക്സിൻ്റെ ഇടയിലും പോക്കറ്റിലും പെന്നിൻ്റെ ഇടയിലും കോളറിൻ്റെ ഇടയിലും ഒക്കെ നമ്മൾ തിരികെ കയറ്റി വെച്ചും പോയാൽ മതി. പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഫിലിം സോങ് കാണാം, അല്ലെങ്കിൽ ഫിലിമിന് പോകാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകാം എന്നൊക്കെ കരുതിയിരുന്നാൽ കാര്യം അവൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലും അവനൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഈ പേപ്പർ കട്ട് എനിക്ക് വെച്ചെഴുതി ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അത് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ മീനിങ്, ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ സ്ക്വാഡ് പൊക്കിക്കഴിഞ്ഞാൽ എന്നെ ടെർമിനേറ്റ് ചെയ്യും, എന്നെ ഡീബാർ ചെയ്യും. ഡിഗ്രി ലെവലിലൊക്കെ ആണെങ്കിൽ ഡീബാർ ചെയ്യും. പിന്നെ എനിക്ക് 3 വർഷം പോയി കിട്ടും. ഇപ്പോൾ എത്ര വർഷമാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 വർഷം പോയി കിട്ടും. എനിക്ക് പിന്നെ പഠിക്കാനൊക്കത്തില്ല, എൻ്റെ കരിയർ നശിക്കും. ഇതെല്ലാം അവൻ അതിനെക്കുറിച്ച് ബോധവാനല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതല്ല ശരി, പേപ്പർ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ശരി എന്ന് അവൻ അങ്ങ് ധരിക്കും. അതുപോലെ അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? അവൻ്റെ സക്സസ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല, അത് വളരെ താഴെയാണ്. ഇതുപോലെയാണ് ക്രിസ്ത്യൻ ലൈഫിൽ പാപത്തെക്കുറിച്ചും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ സാത്താൻ ട്രാപ്പ് ചെയ്യും. നിന്നെ തെറ്റായ കാര്യങ്ങളെ, ആ തെറ്റിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളിൽ തരാതെ അതിനകത്തുള്ള ചെറിയ 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 ശരികളെ മാത്രം, തെറ്റിനകത്ത് ശരിയില്ല എന്നാൽ അതിനകത്ത് നിങ്ങളെ ഒരു തെറ്റ് ചെയ്യിക്കാൻ ശരിയാകുന്ന വണ്ണമുള്ള കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ ആ ഒരു ഒഫൻസ് ചെയ്യിക്കുന്ന, ആ ഒരു തെറ്റ് ചെയ്യിക്കുന്ന ഒരു സൈറ്റാനിക് മൂവ്മെന്റിനെ നിങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ സക്സസ് ലെവൽ ഭയങ്കരമായിട്ട് ഉയരും. എന്താണ് പാപം? പാപത്തിൻ്റെ രൂപം എന്താണ്? പാപത്തിൻ്റെ ശൈലി എന്താണ്? പാപത്തിൻ്റെ സാദൃശ്യം എന്താണ്? സദൃശ്യവാക്യങ്ങൾ 6-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, സദൃശ്യവാക്യം 6, 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപത്തിന് തിരുവെഴുത്ത് കൊടുത്തിരിക്കുന്ന രൂപം എന്തിനോടെന്ന് ചോദിച്ചാൽ തീയോടാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് പരിശുദ്ധാത്മാവാണ് അഗ്നിക്ക് സമൻ എന്നാണ് കേട്ടിട്ടുള്ളത്, ശരിയല്ലേ? എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നതിൻ്റെ കാരണം ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുതിന് കാൽ പൊള്ളാതെ തീ കനലിന്മേൽ നടക്കാം. ഒരു പാപത്തെ തീയോട് സാദൃശ്യപ്പെടുത്തി, ഒരു തെറ്റിനെ തീയോട് സാദൃശ്യപ്പെടുത്തി. ഇവിടെ
സദൃശവാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ശലോമോൻ നമ്മെ ഇവിടെ പഠിപ്പിക്കുമ്പോൾ, പാപത്തിന് ദൈവത്തിൻ്റെ വചനം കൊടുത്തിരിക്കുന്ന സാദൃശ്യം എന്ന് പറയുന്നത് തീയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും വെൽക്കം ചെയ്യുന്നതും നമുക്ക് നല്ലതാണ്. എന്നാൽ സാത്താൻ്റെ തീ, സാത്താൻ്റെ ആൾട്ടറിൽ നിന്നുള്ള തീ ഒരുവൻ്റെ ലൈഫിൽ കത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ സകല വളർച്ചകളെയും അത് കരിച്ചു കളയാൻ തുടങ്ങും. ജീവിതത്തിലെ സകല വളർച്ചകളെയും കരിച്ചു കളയാൻ തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധിക്കകത്തും നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ വൈകാരിക മണ്ഡലങ്ങളിലും ഈ സന്ദേശം കേൾക്കുന്ന യൗവനക്കാരന്മാരും യൗവനക്കാരികളുമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിലും, കുടുംബിനികളായിട്ടുള്ള വ്യക്തികളിലും, കുടുംബിനിയാകാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും, ഒന്നും കൂടെ ലളിതമായി പറഞ്ഞാൽ വിവാഹം കഴിച്ചവരുടെ ജീവിതത്തിലും, വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുടെ ജീവിതത്തിലും, ആണിന്റെ ജീവിതത്തിലും പെണ്ണിന്റെ ജീവിതത്തിലും, ആമേൻ ആമേൻ ആമേൻ, ദൈവം കുഞ്ഞുങ്ങളെ നൽകിയവരുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളാകാത്തവരുടെ ജീവിതത്തിലും, പ്രായം ചെന്നവരുടെ ജീവിതത്തിലും പ്രായമായിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും ഒരുപോലെ സാത്താൻ കത്തിച്ചിട്ടിരിക്കുന്ന ഒരു തീയുണ്ട്. ആ തീയെ എന്തിനാണ് അവൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൻ എന്തിന് കത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ തീ നിന്റെ ജീവിതത്തിൽ കത്താതിരിക്കാനാണ്. അർത്ഥം ഇതാണ്, ദൈവത്തിന്റെ തീ കത്തിക്കഴിഞ്ഞാൽ പല മുറിവുകളും ഉണങ്ങും. സാത്താന്റെ തീ കത്തിക്കഴിഞ്ഞാൽ ഉണങ്ങിയ മുറിവുകളും കൂടെ വെന്ത് കരിയാൻ തുടങ്ങും. ദൈവത്തിന്റെ തീ ഒരുവന്റെ മേൽ കത്തിക്കഴിഞ്ഞാൽ മുറിവുകൾ പൊറുക്കാൻ തുടങ്ങുമെങ്കിൽ, സാത്താന്റെ തീ ഒരുവന്റെ മേൽ കത്തിക്കഴിഞ്ഞാൽ അത് പൊള്ളലേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് ഒരുപോലെ വിടുതലാണ്. ഇത് 10 വയസ്സുള്ളൊരു കുഞ്ഞ് കണ്ടാലും, 20 വയസ്സുള്ള യൗവനക്കാരൻ കണ്ടാലും, യൗവനക്കാരി കണ്ടാലും, 40 വയസ്സുള്ളവർ കണ്ടാലും, 50 വയസ്സുള്ളവർ കണ്ടാലും, 60 വയസ്സുള്ളവർ കണ്ടാലും, 70 വയസ്സുള്ളവർ കണ്ടാലും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു സന്ദേശമാണ്. നീ പാപം ചെയ്യരുത്. നീ പാപം ചെയ്താൽ ദൈവത്തിന്റെ തേജസ് നഷ്ടമാകാൻ തുടങ്ങും. നീ പാപം ചെയ്താൽ ദൈവത്തിന്റെ തേജസ് നഷ്ടമാകാൻ തുടങ്ങും. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിൽ നിൽക്കുമ്പോൾ എനിക്കുള്ള ഒരു പൊസിഷൻ ഉണ്ട്. അപ്പൊ ഈ സാത്താന്റെ തീ കത്തുന്നത് സാത്താന്റെ തീ തേജസ്സിന്റെ അത്രയും പ്രഭയുള്ളതാണോ? അല്ലാന്ന് പോലും പറയാനുള്ള ഒരു അവകാശമില്ല തീക്ക്. അല്ല എന്ന് പറയണമെങ്കിൽ കുറച്ചെങ്കിലും തീ ഉണ്ടെന്നല്ലേ അർത്ഥം. അല്ല എന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ല. അപ്പൊ സാത്താന്റെ തീയുടെ സാദൃശ്യം എന്ന് പറയുന്നത് അത് വസ്ത്രം വെന്തു പോകുന്ന ഒന്നാകുന്നു. നിന്റെ വസ്ത്രം എന്തു പോകും കുഞ്ഞ്? നീ പാപത്തിൽ കമ്മിറ്റഡ് ആണെങ്കിൽ, ഇന്ന് എന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പാപത്തിൽ കമ്മിറ്റഡ് ആണെങ്കിൽ വസ്ത്രം എന്തു പോകും? തേജസ്സിന്റെ വസ്ത്രം എന്തു പോകും? ഇത് ഏതെങ്കിലും നടന്നതാ, ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നില്ല. സദൃശവാക്യം 5:11 നിങ്ങളൊന്ന് വന്നേ. സദൃശവാക്യം 5:11 മറ്റൊരു വാക്ക് ഇവിടെ കൊടുക്കുന്നത് സദൃശവാക്യം 5:11 മുതൽ 14 വരെ ഒന്ന് നോക്കിക്കേ. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട്, അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. പാപം തുരുമ്പിനോട് സദൃശപ്പെടുത്തിയിരിക്കുകയാണ്. ക്ഷയിച്ചു പോകുന്നു, അസ്ഥി ക്ഷയിച്ചു പോകുന്നു, ശരീരം ക്ഷയിച്ചു പോകുന്നു. ഞാൻ പലപ്പോഴും ചില വേർഡുകൾ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സിന്നിന് കമ്മിറ്റഡ് ആയാൽ, ഒരു സാധാരണക്കാർ പാപം ചെയ്യുന്നത് പോലെ അല്ല ഒരു ദൈവ പൈതൽ പാപം ചെയ്താൽ. നിങ്ങളത് മനസ്സിലാക്കണം. സാധാരണക്കാർ പാപം ചെയ്താലും അത് ദോഷം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ ആഘാതം കൂടുതലാണ് ഒരു ദൈവ പൈതൽ ദോഷം ചെയ്താൽ. കാരണം എന്നാ, നീ ആയിപ്പോയ പാപത്തിന്റെ കരത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരാതെ ഇരിക്കാൻ വേണ്ടി മാക്സിമം വേഗത്തിൽ നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഈ ലിക്കർ കഴിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അവരാദ്യം ഒരു പെഗ്ഗായിരിക്കും കഴിച്ചു തുടങ്ങുന്നത്, പിന്നെ ഒന്നും ആകാണ്ട് വരുമ്പോൾ പിന്നെ 2 തുടങ്ങും, 2 ആകാണ്ട് വരുമ്പോൾ 3 തുടങ്ങും. അത് ഗ്രാജുവലി അതിനകത്ത് അവനെ അഡിക്റ്റ് ആക്കാൻ വേണ്ടി
സ്മോക്ക് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവരുടെ ആദ്യ കാലങ്ങളെന്ന് പറയുന്നത് വൺസ് ഇൻ എ വൈൽ വല്ലപ്പോഴും അവർ സിഗരറ്റ് വലിക്കുമായിരിക്കും. പിന്നെ അവർ ഒക്കേഷണലി എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കുമായിരിക്കും. പിന്നെ ഒരു കൂട്ടുകാരുമായിട്ട് കൂടി നിൽക്കുമ്പോൾ വലിക്കുമായിരിക്കും. പിന്നെ അവർക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടി തുടങ്ങും, പിന്നെ വലിക്കാൻ തുടങ്ങും. പിന്നെ അവരൊരു ചെയിൻ സ്മോക്കറായിട്ട് മാറും. നിങ്ങൾ ഫുട്ബോൾ കാണുന്ന തെറ്റല്ല, പക്ഷെ ചിലർ അതിന് അടിമയാണ്. ക്രിക്കറ്റ് ചിലർ അതിന് അടിമയാണ്. നിങ്ങളെ ചെറിയ 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 രീതികളിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഏതിനകത്ത് അടിമപ്പെട്ടാൽ നിങ്ങളും ദൈവവും തമ്മിലുള്ള അടുപ്പം കുറയുമോ അതിനകത്തേക്ക് നിങ്ങളെ മെല്ലെ സുഖം നൽകി കൊണ്ടുപോകുന്ന ഒരു സാത്താനിയ പ്രവണതയെ നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ, തിരിച്ചറിയുക. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനത്തിലേക്ക് വരും. ഞാൻ പാപം എന്താന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത അതിന്റെ അനന്തരഫലങ്ങളിലേക്ക് കയറുകയാണ്. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുർസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകും താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതും ഇല്ല. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നു, വിഷത്തിന് സദൃശ്യമാണ് പാപം എന്ന് പറയുന്നത്. നിങ്ങൾ പാപത്തിനകത്ത് എന്തൊക്കെ കിടക്കുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 1, തർക്കം. പാപത്തിനകത്ത് ദൈവം ലിസ്റ്റ് ചെയ്തേക്കുന്ന കാര്യമാണ് തർക്കം. വിഷമാണ് കേട്ടോ ആ സാധനം, തർക്കം. 2, വാഗ്വാദം. 3, അസൂയ, ശണ്ഠ, ദൂഷണം, ദുഷിച്ച് സംസാരിക്കുക. ദുർസംശയം, ദുർബുദ്ധി, സത്യത്യാഗം എന്നുള്ള ഒരു സ്വഭാവം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് ഒന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകാതെ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മറ്റേ റിജക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അല്ലെങ്കിൽ വിശ്വാസത്തെ സ്വീകരിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അതിനെ നശിപ്പിച്ചിട്ട് അതിനെ ത്യജിച്ച് കളഞ്ഞിട്ട് പിന്നെ തോന്നിയ വഴിക്ക് പോകുന്ന ഒരു രീതി. സത്യത്യാഗത്തിന്റെ അനുഭവം. ഇതെല്ലാം പാപത്തിനകത്ത് ലിസ്റ്റ് ചെയ്തതും അത് വിഷം പോലെ നമ്മെ കൊത്തുന്ന ഒരു സംഗതിയുമാണ്. പാപത്തിന്റെ സദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, പാപത്തിന്റെ രൂപം എന്ന് പറയുന്നത് കേവലം നമ്മൾ ഒരു ക്രൈം ചെയ്യുന്നത് മാത്രമല്ല പാപം എന്ന് പറയുന്നത്. പാപത്തിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് മറ്റു കുറെ ലിസ്റ്റുകൾ കിട്ടും പാപത്തിന്റെ. തിമോത്തിയോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ ഇത്രയും ലിസ്റ്റുകൾ നമുക്ക് കിട്ടും. സദൃശവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇനിയും കുറെ ലിസ്റ്റുകൾ പാപത്തെക്കുറിച്ച് കിട്ടും. അപ്പൊ പാപത്തിന്റെ സാദൃശ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് അത് മാത്രമാണ് പാപമെന്ന് നമ്മൾ കരുതുമ്പോൾ സാത്താൻ വഞ്ചിക്കുകയാണ്. എന്തുകൊണ്ടാണ് പാപത്തെക്കുറിച്ചും പാപത്തിന്റെ സാദൃശ്യത്തെക്കുറിച്ചും ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് രീതിയിലാണ് അറ്റാക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്ത് തോൽപ്പിച്ച് സക്സസിലേക്ക് കയറണമെങ്കിൽ പാപത്തിന്റെ സാദൃശ്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ മിലിറ്ററിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ക്രിക്കറ്റ് പ്ലെയേഴ്സിന് കോച്ച് ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഫീൽഡിംഗ് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? അവരെന്നും യുദ്ധത്തിന് പോകുന്നില്ല, എന്നും അവർ ഫയർ ചെയ്യാൻ പോകുന്നില്ല, എന്നും ഫുട്ബോൾ കളിക്കാൻ പോകുന്നില്ല, എന്നും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നില്ല. പക്ഷേ അവരുടെ ലൈഫിലേക്ക്, ഒരു ക്രിക്കറ്റർ ആണെങ്കിൽ അവരുടെ രീതിയിലേക്ക് ഏത് രീതിയിലൊരു ബോൾ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. ഒരു പോലീസിന് ഏത് വഴിയിലൂടെ ഒരു അറ്റാക്ക് വന്നാലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയണം. ഒരു മിലിറ്ററിക്ക് ഏത് രീതിയിൽ അറ്റാക്ക് വന്നാലും അതിനെ എതിർക്കാൻ കഴിയണം. അതുകൊണ്ടാണ് വ്യത്യസ്ത കാര്യങ്ങളെ ക്രോഡീകരിച്ച് അവർക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ ബൈബിൾ നമുക്ക് ഏറ്റവും നല്ലൊരു ട്രെയിനിങ് ബുക്കാണ്. അതുകൊണ്ട് പാപത്തിന്റെ സാദൃശ്യത്തെക്കുറിച്ച് ഒരു ദൈവ പൈതൽ അറിഞ്ഞിരിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന വ്യക്തി പാപത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം.
റബാകാസിയ ഷഖടലമഖയബ. ഇനി പാപത്തിന്റെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സാദൃശ്യമുള്ള ഏതെങ്കിലും ഒരു പാപം, ഞാൻ കണ്ണുമായിട്ടൊരു പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നാവുമായിട്ടൊരു പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, കൈകളായിട്ടൊരു പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, കാലുകൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, എൻ്റെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ട്, സംസാരം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, മോഹം കൊണ്ട്, പല രീതിയിൽ ഞാൻ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഈ സാദൃശ്യമുള്ള ഏതെങ്കിലും ഒന്നുമായിട്ട് ഞാൻ കമ്മിറ്റഡ് ആണെങ്കിൽ, അതിൻ്റെ ഫലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എൻ്റെ പിതൃസ്ഥാനം മാറി നിൽക്കും. എൻ്റെ പിതൃസ്ഥാനം മാറി നിൽക്കും. കാര്യം എന്താണ്? യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. മൈ ഗോഡ്, ഇതിനകത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ പോലും, ഒരു ദൈവദാസൻ പോലും, ഒരു ദൈവദാസി പോലും, ഒരു സഹോദരൻ പോലും, സഹോദരി പോലും ആ ഒരു പേരിൽ അറിയപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നതേയില്ല. എന്നാൽ എന്തും സ്വന്തമായി തീരുമാനമെടുക്കാൻ അവകാശം കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളപ്പോൾ ഞാൻ എടുക്കുന്ന ഡിസിഷൻസിനകത്തിരിക്കുന്നു എൻ്റെ പിതാവിൻ്റെ സ്വഭാവം. എൻ്റെ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അവൻ്റെ പല ചേഷ്ടകളും ചിലത് എൻ്റെതുപോലെയും ചിലത് വൈഫിൻ്റെതുപോലെയുമാണ്. ഈ രണ്ട് ചേഷ്ടകൾ കുഴപ്പമില്ല. അവൻ്റെ മുത്തശ്ശിയുടേത് കുറെ ചേഷ്ടകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മുത്തശ്ശൻ്റെതുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നാൽ എൻ്റെ ഫാമിലിയുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ സ്വഭാവമോ ഒരു വ്യക്തിയോടുള്ള അവൻ്റെ അമിത താല്പര്യമോ കാണുകയാണെങ്കിൽ അത് സാധാരണമായി തോന്നുന്ന ഒരു പ്രവണതയല്ല, സാധാരണമായി തോന്നുന്ന ഒരു കാര്യമല്ല. കാര്യം എന്താ? എൻ്റെ ഫാമിലി സർക്കിളുമായി ബന്ധമില്ലാത്ത ഒന്നിനോട് അവൻ ഒരു താല്പര്യം, അവരെ അവൻ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അവരിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു, അവരുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു, അവരുടെ കൂടെ കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ട്. ഇവിടെയും പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എന്ന് പറയുമ്പോൾ അപ്പന്റെ സ്ഥാനം മാറുകയാണ്. നിങ്ങളെ ദൈവത്തിന്റെ രാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിലും, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അവകാശികളായി മാറണമെങ്കിലും, ആ അതോറിറ്റിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മകൾ എന്ന നിലയിൽ നിന്നും മാറരുത്. ലീഗലി വിശുദ്ധ ബൈബിൾ അങ്ങനെ തന്നെ നിങ്ങളെ ഡിവൈഡ് ചെയ്തു മാറ്റിക്കളയും. കാരണം ഇവിടെ ഒരു നിയമം ബൈബിളിൽ പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. എന്നെ ആക്കല്ലേ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെ ആക്കണേ, പിശാചിന്റെ മകനാക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യവുമില്ല. പാപം ചെയ്താൽ പിതാവ് മാറുന്നു. പവർ ഓഫ് ഗാഡ്. ലീഗലി നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഡിവൈഡ് ചെയ്തു മാറ്റിക്കളയും, നിങ്ങളെ കട്ട് ചെയ്തു മാറ്റിക്കളയും. കാരണം മാറിയേ പറ്റൂ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനായേ പറ്റൂ. അത് ലോയാണ്, അത് നിയമമാണ്. ചെയ്തേച്ചു പിന്നെയും വന്നാൽ ക്ഷമിക്കും, പിന്നെയും ചെയ്തേച്ചു വന്നാൽ ക്ഷമിക്കും, പിന്നെയും ചെയ്തേച്ചു വന്നാൽ. എന്നാൽ ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ നിൽക്കുകയാണെങ്കിൽ, ഇതൊരു ലൈഫ് സൈക്കിളാക്കി മാറ്റാൻ നിൽക്കുകയാണെങ്കിൽ, ഇതൊരു സൈക്ലിംഗ് പ്രോസസ് ആക്കി മാറ്റാൻ നിൽക്കുകയാണെങ്കിൽ, ഇന്ന് പാപം ചെയ്യും, എന്നിട്ട് വന്നിരുന്ന് പായ്മയിലിരുന്ന് തെറ്റേറ്റു പറഞ്ഞ് ക്ഷമിച്ച ദൈവത്തോട് ക്ഷമ മേടിക്കും. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം അതേ സമയമാകുമ്പോൾ വീണ്ടും പോയി അതേ പാപം ചെയ്യും, വീണ്ടും വന്നിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് ദൈവത്തോട് ക്ഷമ മേടിക്കും. പിന്നെയും പോയിരുന്ന് അതേ തെറ്റും ചെയ്യും, പിന്നെയും പോയിരുന്ന് അതേ തെറ്റ്. ഇതൊരു സാത്താനീയ സ്വഭാവമാണ്. എന്നാൽ ദൈവം നിന്നെ വിളിച്ചത് ഈ അടിമത്തത്തിനകത്തുനിന്നാണ്. ദൈവം നിന്നെ സേവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈക്ലിംഗ് പ്രോസസ്സിൽ നിന്നാണ്. ദൈവം നിങ്ങളെ എക്യുപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ദുരിത കയത്തിൽ നിന്നാണ്. സോ യു ക്യാൻ ബ്രേക്ക് ദാറ്റ് ചെയിൻ.
You can break that chain. Rokomokosia. Labrakatasia. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പാപ സ്വഭാവവുമായി നീ കമ്മിറ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഏതെങ്കിലും, നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പ്രോഗ്രാമുമായി നിങ്ങൾ കമ്മിറ്റഡ് ആണ്, നിങ്ങൾ സിങ്കായി പോയെങ്കിൽ, എനിക്ക് അതിനകത്തുനിന്ന് വേർപിരിയാൻ പറ്റാത്തതുപോലെ ആയിപ്പോയി, പക്ഷെ എനിക്ക് അതിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ, എനിക്ക് ആ റിലേഷൻ വിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ ഒന്ന് എന്നെ അതുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്നു, എന്നെ അങ്ങോട്ടേക്ക് പോകാൻ നിർബന്ധിക്കുന്നു, എന്നെ തള്ളിക്കൊണ്ടു പോകുന്നു, എന്നെ കൊണ്ട് അത് ചെയ്യിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയിലാണെങ്കിൽ, ഞാൻ ആത്മാവിൽ ഞാൻ ഈ ആലോചന, പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്നെ ദൈവത്തിന് വേണമെന്നുള്ളത് കൊണ്ടും കർത്താവ് അത് എൻ്റെ ഉള്ളിൽ ബോധ്യം തരുന്നത് കൊണ്ടും ഇന്നത്തെ സന്ദേശം അങ്ങനെയുള്ളവർക്കാണെന്ന് തമ്പുരാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞതുകൊണ്ടും ഞാൻ പറയുന്നു, നിന്നെ ദൈവത്തിന് വേണമെന്നുള്ളത് കൊണ്ട് യു ക്യാൻ ബ്രേക്ക് ദാറ്റ് ചെയിൻ. നിനക്ക് പാപത്തിന്റെ ചങ്ങലയെ പൊട്ടിക്കാൻ കഴിയും. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നീ സേവ് ആകും. രണ്ട്, നീ ആരുമായി പാപം ചെയ്യുന്നോ ആ വ്യക്തിയും സേവ് ആവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു വ്യക്തി കാരണമാണ് എതിരെ നിൽക്കുന്ന മറ്റേ വ്യക്തിയും അതേ പാപത്തിൽ വീണു പോകുന്നതെങ്കിൽ നീ രണ്ടാത്മാവിന് മറുപടി കൊടുക്കേണ്ടി വരും. ഓ മൈ ഗോഡ്, വാട്ട് എ പ്രസൻസ്. നീ നിമിത്തമാണ് മറ്റൊരു വ്യക്തി പാപിയായി തീരുന്നത് എന്നുണ്ടെങ്കിൽ നീ രണ്ടു പേർക്ക് സമാധാനം പറയേണ്ടി വരും, ഇൻക്ലൂഡിങ് മീ. എന്റെ ഒരു മോശ സംസാരമാണ് മറ്റൊരു വ്യക്തിയെ തിരിച്ചു മോശമായി എന്നോട് പ്രതികരിക്കാൻ നിർബന്ധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവനല്ല പ്രശ്നം, എനിക്കാ പ്രശ്നം. ഞാനാ മറുപടി പറയേണ്ടത് ദൈവത്തോട്. ഞാനൊരു വ്യക്തിയോട് റൈസ് ചെയ്ത് സംസാരിച്ചു. എന്താടാ നീ ആരാടാ ചോദിച്ചു, ഞാൻ റൈസ് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എത്ര പറയുക, ഈ അറമുട്ടിയ ചേരയും കടിക്കുന്നൊരു ഒരു പഴഞ്ചൊല്ല് ഞങ്ങളുടെ തിരുവനന്തപുരത്തുണ്ട്, നിങ്ങളുടെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ പുള്ളിയോട് നമ്മൾ ആരാടാന്ന് ചോദിച്ചാൽ പിന്നെ ആ ആൾ ഈ പറയുന്ന പോലെ, പുള്ളി നാക്കില്ലാത്ത ആളൊന്നും അല്ലല്ലോ, ഞാൻ ആരാന്ന് പറഞ്ഞ് നിനക്ക് എന്തോ വേണോടാ എന്ന് ചോദിച്ചാൽ അവനല്ല പ്രശ്നക്കാരൻ, ഞാനാ പ്രശ്നക്കാരൻ. അവനെ അങ്ങനെ കോപിക്കാൻ ഞാനൊരു മുഖാന്തരമായി എങ്കിൽ ഞാൻ രണ്ടാത്മാവിന് സമാധാനം, ഞാൻ രണ്ട് തെറ്റ്, ആ രണ്ട് എനിക്ക് കണക്കെടുത്തു. ഓ മൈറ്റി ഗാഡ് ഇൻ ജീസസ്. യേശു നിമിത്തം ഒരുത്തൻ വഴിപിഴച്ചു പോയി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യേശു നിമിത്തം ഒരുത്തൻ കോപിച്ചു, അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ കോപിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ന്യായം കേൾക്കുമ്പോൾ കോപം വന്ന കുറെ പരീക്ഷന്മാരുണ്ട്, യഹൂദന്മാരുണ്ട്. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. യേശു അങ്ങനെ ചെയ്തപ്പോൾ അവർ കോപിച്ചു, യേശു ഇങ്ങനെ ചെയ്തപ്പോൾ അവർ കോപിച്ചു, യേശു അങ്ങനെ പറഞ്ഞപ്പോൾ കല്ലെടുത്തെറിയാൻ പോയി, യേശുവിനെ വെട്ടാൻ പോയി. അങ്ങനെ ഒന്നും നമുക്ക് കാണാനൊക്കത്തില്ല. അങ്ങനെ ഒരു വികാരം യേശുവിൽ നിന്ന് മറ്റാർക്കും ഉളവായിട്ടില്ല. യേശുവിനെ കണ്ടവർക്കെല്ലാം സമാധാനമാണ് ഉണ്ടായേ. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? നിങ്ങൾ കർത്താവിന്റെ പെന്തക്കോസ്തിന്റെ ശക്തി അനുഭവിച്ച ഒരു വ്യക്തിയാണോ? നിങ്ങളെ കണ്ടാൽ മറ്റൊരു വ്യക്തി പേടിച്ചോടരുത്, ഭീതി ഉളവാകരുത്. നിങ്ങളെ കണ്ട ഒരു സമാധാനം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. സിൻ ജനറേറ്റ് ചെയ്യുന്നത്, പാപം ഉളവാകുന്നത് കേവലം കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപം, നമ്മൾ ഒരു പോണോഗ്രഫി കാണുന്ന ഒരു കാര്യം, ബ്ലൂ ഫിലിംസ് കാണുന്ന ഒരു കാര്യം, വേണ്ടാത്ത ചിത്രങ്ങൾ കാണുന്ന ഒരു കാര്യം, അത് മാത്രമല്ല ആക്ച്വലി പാപം എന്ന് പറയുന്നത്. അതും മഹാപാപമാണ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്തൊക്കെ ഭയങ്കര വ്യാപാര ശക്തി ഉണ്ട് കേട്ടോ. അതിന് അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഷട്ട് ഡൗൺ ചെയ്തോണം, എന്നിട്ട് ലോഗ് ഔട്ട് ചെയ്തോണം, എന്നിട്ട് നീ ആ മെയിൽ ഐ ഡിയും ആ പാസ്വേഡ് നീ ഡിലീറ്റ് ചെയ്ത് കളയണം. അതിൽ എന്തൊക്കെ ലിങ്ക് നിന്റെ ഫോണിലുണ്ടോ, നിന്റെ മെമ്മറിയിലുണ്ടോ, കംപ്ലീറ്റ് നീ ഡിലീറ്റ് ചെയ്യണം. ഇതുപോലെ ഒരു അണലി വിഷം വേറെ ഒന്നില്ല. ഇതുപോലൊരു അണലി വിഷം. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതാ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഇതിനേക്കാൾ വലിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പം എനിക്ക് മനസ്സിലാവും അതൊക്കെ, എനിക്കറിയാം. ഞാൻ ഈ ഏജ്, ഞാനും 20 വയസ്സ് മുതൽ വളർന്നു തന്നെയാണല്ലോ ഇതുവരെ എത്തിയത്. അപ്പം എനിക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, സാത്താൻ്റെ ട്രാപ്പ് എങ്ങനെയാണെന്ന് എനിക്കും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയാം, ഇതുപോലൊരു അണലി വിഷം കുഞ്ഞെ, എത്ര നീ കാല് കുടഞ്ഞാൽ ഇറങ്ങിപ്പോകത്തില്ല എന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ട്.
നീ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പം എത്ര 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 കട്ട് പീസ് വന്ന് കിടക്കും, അതുപോലെ ഭൂതങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഭൂതങ്ങൾ അതിനകത്തുണ്ട്, ആ ഒരു ഗ്യാലറിക്കകത്തുണ്ട്. സോ ഇന്ന് നീ അത് ലോഗ് ഔട്ട് ചെയ്തു, ഇന്ന് നീ അതിൽ നിന്ന് പുറത്തു പോവാ. നിന്നെ യേശു സഹായിക്കും കുഞ്ഞെ, നിന്നെ യേശു സഹായിക്കും. വിവാഹം കഴിഞ്ഞവർ ആ ഒരു ബന്ധനത്തിനകത്ത് കിടക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞവർ ആ ബന്ധനത്തിനകത്ത് കിടക്കുന്നവരുണ്ട്. വീട്ടമ്മമാർ ആ ബന്ധനത്തിനകത്ത് ബാധയ്ക്കകത്ത് കിടക്കുന്നവരുണ്ട്. മക്കൾ, പഠിച്ചു വരുന്ന മക്കൾ, കോളേജ് സ്റ്റുഡൻസ്, ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഇതിനകത്ത് പെട്ടുകിടക്കുന്നവരുണ്ട്. പെട്ടുകിടക്കുന്നവരെ പൊട്ടിച്ചെടുക്കാൻ എൻ്റെ കർത്താവിൻ്റെ കരം റെഡിയാകും. നീ പാപത്തിൻ്റെ ആ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാണ് കർത്താവേ എന്ന് നീ പറഞ്ഞാൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. God can do a great things for you, my dear brother and sister. അസാധാരണമായി ദൈവത്തിന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ദൈവം നിന്നെ വെറുക്കത്തൊന്നുമില്ല. നീ അത് കളഞ്ഞ ദൈവം നിന്നെ കൂടുതൽ ആലിംഗനം ചെയ്യത്തേ ഉള്ളൂ. ആമേൻ. ഞാൻ പെട്ടെന്ന് പോട്ടെ, എൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. എൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മാമേ, റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന അമ്മാമേ, റിട്ടയർഡ് ആയിരിക്കുന്ന അപ്പച്ച, പെൻഷൻ മേടിച്ചിരിക്കുന്ന അപ്പച്ച, ഒന്ന് ശ്രദ്ധിച്ച്. ജോലി കളഞ്ഞിട്ടിരിക്കുന്നവരെ, ജോലിക്ക് പോകാത്തവരെ, വീടിനകത്തിരുന്ന് കേവലം ഇങ്ങനെയുള്ള സംഭവം കാണുന്നവർ മാത്രമല്ല പാപം ചെയ്യുന്നത്. അസൂയ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, കുശുമ്പുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ, ശാഠ്യമുണ്ടെങ്കിൽ, ദുർബുദ്ധി ഉണ്ടെങ്കിൽ, സത്യത്യാഗികളുടെ സ്വഭാവമുണ്ടെങ്കിൽ, ഏഷണി പറയുന്നവരുണ്ടെങ്കിൽ, കോപിക്കുന്നവരുണ്ടെങ്കിൽ, വേണ്ടാധീനം സംസാരിക്കുന്നവരുണ്ടെങ്കിൽ, അയൽവാസിയോട് പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ, ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിൽ അപ്പന്റെ സ്ഥാനം മാറുമെന്ന ദൈവവചനം പറയുന്നു. അപ്പന്റെ സ്ഥാനം മാറിയാൽ അപ്പന്റെ അവകാശവും മാറിയിരിക്കും. വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ, പാപത്തിന്റെ ലിസ്റ്റിലുള്ളവൻ, പാപത്തിന്റെ ലിസ്റ്റിലുള്ളത് എന്ത് ചെയ്യുന്നവനോ അവൻ പാപം ചെയ്യുന്നവൻ. Am I right? പാപത്തിന്റെ ലിസ്റ്റ് ചെയ്തേക്കുന്നതിൽ ഏതൊന്ന് ചെയ്യുന്നോ, അയ്യോ ഞാൻ അതിൽ മൂന്നാമത്തെ ചെറിയ പാപം അല്ലേ ചെയ്തു. ഇവിടെ ചെറിയ പാപം വലിയ പാപം എന്നൊന്നും ഇല്ല. പാപം ചെയ്യുന്നവൻ അങ്ങനെയുള്ളൂ. പാപം ചെറുതോ വലുതോ, ഭൂതം ചെറുതോ വലുതോ അങ്ങനൊന്നില്ല. ചെറിയ ഭൂതം വന്നു, വലിയ ഭൂതം അങ്ങനൊന്നില്ലേ ഇല്ല. അപ്പൊ പാപം, ചെറിയ പാപം, വലിയ പാപം, ചെറിയ സാറ് വലിയ സാറുണ്ട്, പക്ഷെ ചെറിയ പാപം വലിയ പാപം ഇല്ല. പാപം ചെയ്യുന്നവൻ എന്നേ ബൈബിൾ പറയുന്നുള്ളൂ. പിശാചിന്റെ മകനാകുന്നു. അയ്യോ എൻ്റെ കർത്താവേ, അതിന് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഫോട്ടോ അതിൽ ഈ അപ്പൻ അല്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാപം ചെയ്താൽ ലീഗലി സ്ഥാനം മാറുമെന്ന് ബൈബിൾ പറയുന്നു. ലീഗലി. അവിടെ സാത്താനെ നിങ്ങൾ കുറ്റം പറയല്ലേ, സാത്താനെ നിങ്ങൾ കുറ്റം പറയല്ലേ. ബൈബിൾ പറയുന്നു സ്ഥാനം മാറും. പിന്നെ എൻ്റെ പിതാവേ യഹോവേ എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, കർത്താവ് തിരിഞ്ഞു നോക്കത്തില്ല. സോ എന്ത് ചെയ്യണം? ഞാൻ അതിനകത്തൊന്ന് പുറത്തു വരണം, അതിനകത്തൊന്ന് പുറത്ത്. ഇന്ന് നിങ്ങൾ തിരിച്ചറിയും, എന്നെ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ഹെവൻലി ഫാദർ ആണ് എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ എൻ്റെ കുഞ്ഞു മോൻ്റെ കാര്യം പറഞ്ഞതുപോലെ, അവൻ എൻ്റെ ചേഷ്ടകളായിരിക്കും, അവൻ എൻ്റെ ഇഷ്ടങ്ങളായിരിക്കും, എൻ്റെ സ്വഭാവമായിരിക്കും, ഞാനുമായിട്ടായിരിക്കും കൂടുതൽ അവന് താല്പര്യം. അവൻ്റേതാണ് എന്ന് തോന്നുന്നവരുമായിട്ടേ അവൻ കൂടുതൽ മിങ്കിൾ ചെയ്യത്തുള്ളൂ. എൻ്റേതാണ് എന്ന് തോന്നുന്നതുമായിട്ട് മാത്രമേ മിങ്കിൾ ചെയ്യാവൂ. അതാണ് ഞാൻ പറഞ്ഞു വന്ന എൻ്റെ അർത്ഥം. അസൂയ നിൻ്റെതല്ല, അത് വേറെ രാജ്യത്തിൻ്റെതാ. കുറ്റം പറയുന്ന സ്വഭാവം വേറെ രാജ്യത്തിൻ്റെതാ. ഈ ആളെ മനസ്സിലാക്കാതെ ഇവൻ ദുരുപദേശം പഠിപ്പിക്കുന്നവനാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്ന ആ ഒരു ഏഷണി വർത്താനം ഉണ്ടല്ലോ, അത് ഈ രാജ്യത്തിൻ്റെ അല്ല, വേറെ രാജ്യത്തിൻ്റെതാ. അപ്പൻ ആ രാജ്യത്തിൻ്റെതല്ല, അപ്പൻ ഈ പറയുന്ന ഈ രാജ്യത്തിൻ്റെതാ അപ്പൻ. അതുകൊണ്ട് ഈ അപ്പന്റെ മക്കളാന്ന് പറഞ്ഞിട്ട് ആ അപ്പന്റെ സ്വഭാവം കാണിച്ചാൽ അവിടെയാണ് ഞാൻ പറയുന്നത് മകൻ എന്ന സ്ഥാനം മാറുന്നു. മകൻ എന്ന സ്ഥാനം മാറുന്നു. ഈ അപ്പന്റെ വചനവും കേട്ട് ഈ അപ്പന്റെ നന്മകളും അനുഭവിച്ച് ഈ അപ്പന്റെ മകനാ ഞാനെന്ന് നമ്മൾ എല്ലാരോടും പ്രചരിപ്പിച്ച് നടന്ന് നമ്മളങ്ങ് സ്വയം അഭിമാനം കൊണ്ടിട്ട് ആ അവിടുത്തെ അപ്പന്റെ സ്വഭാവം കാണിച്ചാൽ, ആ അവിടുത്തെ അപ്പന്റെ സ്വഭാവമാണ് ഇത് ബൈബിളിനകത്ത് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ വായിക്കാനുള്ള സമയമില്ല. എന്തും ദൈവഹിതമല്ലാത്തതെല്ലാം അവിടുത്തെ സ്വഭാവമാണ്. ബൈബിൾ പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിന് ഇതിനോടൊരു വലിയ താല്പര്യം ഇല്ലെങ്കിൽ,
ഇതൊക്കെ പിള്ളേരല്ലേ, ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ എന്ന് കർത്താവ് ഇതിനെ അങ്ങ് നിസാരവൽക്കരിച്ച് കണ്ടു എന്നുണ്ടെങ്കിൽ ദൈവപുത്രൻ പ്രത്യക്ഷനാകേണ്ട കാര്യം എന്താണ്? അപ്പൊ പാപത്തിന്റെ അകത്തൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയാണ് പൊന്നു കുഞ്ഞെ നിന്നെ അഴിക്കുന്ന പ്രവൃത്തി. നിന്നെ ദൈവം ഏതെല്ലാം മേഖലകളിൽ ബിൽട്ടപ്പ് ചെയ്തിട്ടുണ്ടോ, നിന്നെ എങ്ങനെയൊക്കെ കർത്താവ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടോ, എങ്ങനെയെല്ലാം ദൈവം നിന്നെ മെനഞ്ഞെടുത്തിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് നീ പ്രയോജനപ്പെടാൻ വേണ്ടി ദൈവം നിന്നെ പാലൂട്ടി വളർത്തിയെടുത്തിട്ടുണ്ടോ, നിനക്ക് അപ്പം ഭക്ഷിക്കാൻ തന്ന ദൈവം പണിതെടുത്തിട്ടുണ്ടോ, ഇതെല്ലാം അവൻ ചിതലരിക്കുന്നത് പോലെ അരിച്ചഴിക്കും. അതാണ് ഞാൻ സദൃശവാക്യങ്ങളിൽ വായിച്ചത്. തുരുമ്പിനോട് സദൃശമാണ് പാപം, വിഷത്തോട് സദൃശ്യമാണ് പാപം, അഗ്നിയോട് സദൃശ്യമാണ് പാപം. വെന്തുപോകും. അവിടെ നമ്മൾ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല, എന്താണോ എന്തോ, എനിക്കൊരു വാറ്റയില്ല, മാറി മാറി അത് വരുന്നു ഇത് വരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി ഇവിടെ കിടക്കുകയാണ്. പാപത്തിന്റെ ഫലം നമ്മൾ പിശാചിന്റെ സന്തതിയായിപ്പോ. ഞാൻ ഒരു വാക്യോടെ വായിച്ചങ്ങ് നിർത്താം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. മുഖം മറയ്ക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമാണെന്ന് നിങ്ങൾ കരുതരുത്. പക്ഷെ എൻ്റെ പാപം അവന്റെ മുഖം മറയ്ക്കുന്നു. ദൈവമുഖം മറയ്ക്കുന്നില്ല. എൻ്റെ സിൻ, എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ അകൃത്യങ്ങൾ അവന്റെ മുഖം മറയ്ക്കുന്നു. 2, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് നടക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവത്തെയും എന്നെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. നിങ്ങൾ പാപം ചെയ്യാത്ത ആരുമില്ല പാപം ചെയ്യാത്ത. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. പാപം ചെയ്തിട്ട് താങ്കൾക്ക് പോയിരുന്ന് മര്യാദയ്ക്ക് പാപം ചെയ്യുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാൻ അതൊക്കെ ഫേസ് ചെയ്തൊരു വ്യക്തിയാണ്. നമുക്ക് പാപം ചെയ്യുമ്പോൾ കർത്താവിന്റെ സന്നിധി ചെന്ന് നിൽക്കാനുള്ളൊരു പ്രാഗൽഭ്യം നഷ്ടപ്പെടും. മോനെ, ഇത് തന്നെ അവനും വേണ്ടത്. നിന്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെടണം. നിങ്ങൾ ഈ കളവ് ചെയ്ത പുള്ളിയുടെ ഫേസ് നോക്കിയാൽ അറിയാൻ പറ്റും. കളവ് ചെയ്തൊരു പുള്ളിയെ നമ്മൾ ഇങ്ങനെ ഒന്ന് തറച്ചു നോക്കിയാൽ അവൻ്റെ ആകെ മൊത്തം അവനങ്ങ് വിയർക്കും. നീ എന്തോ ചെയ്തിട്ടില്ലേടാ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് നമ്മളൊരു ഭാവത്തിൽ അവനൊരു നോട്ടം നോക്കിയാൽ പുള്ളി ആകെ നിന്നങ്ങ് ചുക്കി ചുളിഞ്ഞു പോകും. ഉപ്പിലിട്ട മാങ്ങ പോലായും. കാര്യം അവൻ്റെ ഉള്ളിൽ കള്ളമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു അധികാരിയുടെ മുമ്പിൽ നിൽക്കാൻ ഒരു മടി. പ്രാഗൽഭ്യമില്ല. ഓണർ വന്നു, ക്യാഷ് ബോക്സ്, എടാ ഇതിനകത്ത് 500 രൂപ കുറവുണ്ടല്ലോടാ, ഇന്നലെ രാത്രി ഞാൻ കണ്ടിട്ട് പോയതാണല്ലോടാ, ഞാൻ എണ്ണി വെച്ചിട്ട് പോയതാണല്ലോടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ ക്യാഷ് ബോക്സിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയ പുള്ളിയാണെന്നുണ്ടെങ്കിൽ പുള്ളി നെഞ്ചിൽ നിന്ന് നിൽക്കുവോ? പുള്ളിക്ക് ആകെ ഒരു പരിങ്ങലായി, വിറകലായി. കാര്യം അവൻ്റെ ഉള്ളിൽ കള്ളത്തരമുണ്ട്. എന്നാൽ 5 പൈസ മോഷ്ടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ മുതലാളിയെ എനിക്ക് പൈസയ്ക്കേ കുറവുള്ളൂ, എനിക്ക് അഭിമാനത്തിന് കുറവില്ലാന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും അല്ലേ? ഇതാണ് പാപം ചെയ്താൽ അബ്ബായുടെ മുമ്പിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടും. പാപം ചെയ്താൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടും. നോ മോർ സിൻ. പാപം ചെയ്യല്ലേ. പാപം ചെയ്യാതിരിക്കാനൊക്കെ പറ്റുമോ പാസ്റ്ററെ? ഞങ്ങളും ചോരയും നീരുമുള്ള യൗവനക്കാരല്ലേ, ഞങ്ങൾ ചോരയും നീരുമുള്ള മനുഷ്യരല്ലേ. പാപം ചെയ്യാതിരിക്കാൻ പറ്റും. പറ്റത്തില്ലെങ്കിൽ പിന്നെ പുസ്തകം എഴുതത്തില്ലല്ലോ. പാപം നിനക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നിനക്കൊരാൾ നിന്നോട് ഒന്ന് വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതെന്നൊക്കെ ചുമ്മാ സാത്താൻ ഇങ്ങനെ തോന്നിച്ചിട്ട് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊരാണാണോ അല്ലെങ്കിൽ പെണ്ണാണോ, എൻ്റെ വില പോകത്തില്ലേ, എൻ്റെ വില പോകും എന്നൊക്കെ ചുമ്മാ ഇൻഫ്യൂരിറ്റി കൊണ്ടിട്ടിട്ട് 2 വാക്ക് തിരിച്ച് സംസാരിപ്പിക്കാനൊക്കെ സാത്താൻ ഭയങ്കരമായിട്ട് തോന്നിക്കും. പാപം ചെയ്യാൻ തോന്നും. അമ്മായിയമ്മയോട് 2 വാക്ക് ഇവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെ ശരിയാകത്തില്ല, ആജീവനാന്തകാലം ജീവിക്കാനുള്ളതില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അമ്മായിയമ്മയ്ക്കും തോന്നും. മരുമകളെ കാണും, ഇവൾ എൻ്റെ സാധനം തട്ടിയെടുക്കാൻ എങ്ങാനും കയറി വന്നവളാണോ, എൻ്റെ കൊച്ചനെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നത്, എന്നാ പിന്നെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണ്ടായിരുന്നല്ലോ അമ്മായിയമ്മേ. ആ പയ്യൻ ആ പെൺകൊച്ചിനുള്ളതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാതിരിക്കുന്നതല്ലായിരുന്നോ നല്ലത്? എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അവൾക്ക് അവനോടാണോ, പിന്നെ കെട്ടിക്കേ വേണ്ടായിരുന്നല്ലോ.
അവൻ അവൾക്കുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഈ അമ്മായി അമ്മയെ അതിനൊരു തടസ്സമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ മേളിലോട്ട് പറയുന്നില്ല. നോ മോർ സിൻ. നിങ്ങൾ എത്ര അന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന അമ്മായി അമ്മയാണെങ്കിലും മരുമകളാണെങ്കിലും ഭർത്താവാണെങ്കിലും ദൈവവചനത്തിന് വിരുദ്ധമായി എന്ത് ചെയ്യുവോ നിങ്ങൾ പാപത്തിന്റെ ലിസ്റ്റിൽ കയറി കഴിഞ്ഞു. നിങ്ങളുടെ പിതൃസ്ഥാനം മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ വന്ന് കയറിയ മരുമകൾക്ക് നാവില്ല എന്ന് പറഞ്ഞു, തിരിച്ചൊന്നും സംസാരിക്കാത്ത ആളാന്ന് പറഞ്ഞ് അമ്മായിയമ്മ കയറി അങ്ങ് നെളിയരുത്. അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന അധരം വേറെയുണ്ട്. പാപം ചെയ്യാൻ തോന്നും, രണ്ട് പറയണമെന്ന് തോന്നും, രണ്ട് കൊടുക്കണമെന്ന് തോന്നും. പിന്നെന്താ, വേണ്ടാത്ത വേറെ പല ദുർശീലങ്ങളിലേക്ക് നമുക്ക് പോകണമെന്ന് തോന്നും, കാണണമെന്ന് തോന്നും, ചെയ്യണമെന്ന് തോന്നും. ആ തോന്നുന്ന ടെംപ്റ്റേഷനെ ആ സെക്കൻഡിൽ വന്ന് സാനിറ്റൈസ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആമേൻ. ഈ കോവിഡ് കാലത്ത് എന്തുവാ പറഞ്ഞത്? നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഈ വൈറസ് ഉണ്ട്, നിങ്ങൾ പോകുന്നിടത്തെല്ലാം വൈറസ് ഉണ്ട്. കൂടെ പക്ഷെ ഒരു കാര്യമുണ്ട്, വൈറസ് ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് എന്തോ വേണം? വൈറസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ മുന്നിൽ ചെന്ന് കുരിശ് കാണിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു ചെറിയ കുപ്പി സ്പ്രേയും കൂടെ കൊണ്ടുപോകണം, സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി. സാനിറ്റൈസറൂടെ കൊണ്ടുപോകണം. ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തൊട്ടാൽ നിങ്ങൾ ഉടനെ സാനിറ്റൈസ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാം. ശരിയല്ലേ മോനെ? നമ്മൾ ഈ ചുറ്റി നടക്കുന്നിടത്ത് എല്ലാം ഈ സാധനമുണ്ട്. സാത്താനില്ലാത്ത ലോകത്തിൽ കർത്താവ് എന്നെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഇന്ന് എന്നെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ സാത്താൻ ഉള്ളെടുത്ത് കർത്താവ് എന്നെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. ശരിയാന്നോ അല്ലയോ? പരീക്ഷ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നെ എത്ര ക്ലാസ് പഠിച്ചേനെ. ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ചെറിയ ക്ലാസ്സിലെ എക്സാം എഴുതാൻ മടി കാണിക്കുന്ന നീയാണോ ജീവിതത്തിലെ പരീക്ഷകളെ നേരിടാൻ നിൽക്കുന്നത്? സാത്താനില്ലാത്ത വേൾഡിൽ സൃഷ്ടിച്ചാൽ എന്തോ ചെയ്യാനൊക്കും? ആമേൻ. പറഞ്ഞ എങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. സോ വൈറസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അന്ന് ഗവൺമെന്റ് പറഞ്ഞത് ഒരു 25 രൂപയുടെ സാനിറ്റൈസറൂടെ കൈ കരുതിയേക്കണം. നിങ്ങൾ സാനിറ്റൈസ് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞേക്കരുതെന്ന്. നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ഈ പാപവും ഈ ശാപവും പലതരത്തിലുള്ള സാത്താനും ഭൂതങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും നിന്നോടടുത്ത് വരത്തില്ല എന്നേ കർത്താവ് പറഞ്ഞുള്ളൂ. നിന്നോടടുത്ത് വരത്തില്ല എന്നേ കർത്താവ് പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. സോ നിങ്ങളെ വചനം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നമ്മുടെ പാപത്തിനകത്ത് നമ്മൾ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ കർത്താവ് നമ്മളിൽ നിന്ന് വേർതിരിയും. മാത്രമല്ല നമ്മൾ തന്നെ ഒരു ഡിസ്റ്റൻസ് ദൈവവുമായിട്ട് കീപ്പ് ചെയ്യും. പാപം ചെയ്തിട്ട് ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാനൊക്കത്തില്ല. ദ ലാസ്റ്റ് വൺ, ഞാനൊരു വാക്യം കൂടെ വായിച്ചോട്ടെ. ഞാനൊരു വാക്യം വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച ആശീർവാദം പറയാൻ പോവുക. ഇനി വചനം എടുക്കുന്നില്ല. ഇയ്യോബിന്റെ പുസ്തകം, എനിക്കത് വായിക്കാതെ വയ്യ, അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകം 5:24. ഇയ്യോബിന്റെ പുസ്തകം 5:24. ഓ ശലസിയ സങ്കീർത്തനങ്ങളിലേക്ക് നിങ്ങളൊന്ന് വരാവോ? സങ്കീർത്തനങ്ങൾ 119:11 നിങ്ങളൊന്ന് വന്നേ. 119:11 നിങ്ങൾ വന്നാൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പാപം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്, നഷ്ടപ്പെടും. പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബലമുണ്ട്, നഷ്ടപ്പെടും. ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉന്മേഷ ഉണർവുണ്ട്, നഷ്ടപ്പെടും. ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ പാടണം എന്നൊരു ടെൻഡൻസി വരും, നഷ്ടപ്പെടും. സിൻ ചെയ്യുമ്പോൾ, പാപത്തിന് കമ്മിറ്റഡ് ആകുമ്പോൾ നഷ്ടപ്പെടും. ദ നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, നിങ്ങൾ എന്തൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നൊരു ചിന്ത വരും, നഷ്ടപ്പെടും. ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ബലഹീനമാകും. എവിടെ ബലഹീനമാകുന്നു ആ വീക്ക് പോയിന്റ് സാത്താൻ ചൂഷണം ചെയ്യും. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. സോ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാനാണ്. ദൈവം നിന്റെ മുമ്പിൽ മുഖം മറയ്ക്കത്തില്ല.
ദൈവം നിന്റെ മുഖം മറയ്ക്കത്തില്ല. ഞാൻ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തോട് ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ തെറ്റാവർത്തിച്ച ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു വേണ്ടാത്ത റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു പോയ ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ദൈവദാസനോട് പാപം ചെയ്തൊരു വ്യക്തിയാണ്, ദൈവസഭയോട് പാപം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് നേരെ പാപം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ, വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, ദൈവം ഏൽപ്പിച്ച കാര്യാദികൾക്കകത്ത് നിങ്ങൾക്ക് ആത്മാർത്ഥത പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് നൽകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. നിങ്ങൾ പല കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി, നിങ്ങളുടെ മനസ്സ് വേർതിരിഞ്ഞു പോയി, നിങ്ങൾ വേറെ പലതിനകത്ത് നിങ്ങൾ പെട്ടുപോയി, നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു പാപം നിന്നെ കൊണ്ട് സാത്താൻ ചെയ്യിച്ചു പോയി എങ്കിൽ, കർത്താവ് നിന്നെ വിളിക്കുന്നു, യേശുവിൻ്റെ അരികിലേക്ക് വരാൻ വിളിക്കുന്നു. നിന്നൊരു നോട്ടം കൊണ്ടുപോലും കർത്താവ് വേദനിപ്പിക്കത്തില്ല. ഞാൻ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. നീ ഇങ്ങനെ ചെയ്തു പോയല്ലോടാ എന്നൊരു വാക്കുപോലും കർത്താവ് പറയുക മറന്നു കളയും. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും, ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കുഞ്ഞെ, ഒറ്റ കാര്യമേ ഉള്ളൂ. നീ ഇപ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ, നീ ഇപ്പോൾ കർത്താവുമായിട്ട് നീ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ, മറ്റൊരു കോൺട്രാക്റ്റ് ബ്രേക്ക് ആകും, അത് വോയിഡാകും. സാത്താനുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് കട്ടാവും. ഈ പാപം ചെയ്യുന്നതിലൂടെ പല രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരും. അതൊന്നും എനിക്ക് പറയാനുള്ള സമയമില്ല. പാപം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സകല ടാലന്റ് നഷ്ടപ്പെടും. പാപം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെടും. പാപം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്വാഭാവിക സ്വഭാവം നഷ്ടപ്പെടും. ദൈവിക സ്വഭാവം നഷ്ടപ്പെടും. ദൈവിക നൈർമല്യം നഷ്ടപ്പെടും. ദൈവിക വാസന നഷ്ടപ്പെടും. ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ സിന്നിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ. നമ്മൾ ഈ വായിച്ചതിനേക്കാളേറെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പക്ഷെ അതിനുള്ള സമയമില്ല. പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റത്തേക്ക്, 2 മിനിറ്റത്തേക്ക്, 5 മിനിറ്റത്തേക്ക്, നമ്മൾ അരമണിക്കൂറത്തേക്ക്, 1 മണിക്കൂറത്തേക്ക് നമ്മൾ ചെയ്ത് കളയുന്ന സംഭവം ആജീവനാന്തകാലം മുഴുവനും നമ്മെ ഒരു മഹാദുഃഖത്തിനകത്തും തകർച്ചയ്ക്കകത്തും കൊണ്ടിടാൻ തക്കവണ്ണം പ്രാപ്തമാണ്. തിരിച്ചറിയുക, ദൈവത്തിന്റെ സാന്നിധ്യം എത്ര വലുതാണ്. എന്തുകൊണ്ട് ദൈവപുത്രൻ ഡയറക്റ്റ് ആയിട്ട് ഈ ലാൻഡിൽ, ഈ എർത്തിൽ ലാൻഡ് ചെയ്തു, ഈ ഭൂമി ലക്ഷ്യമാക്കി അവൻ അവിടുന്ന് യാത്ര തിരിച്ച് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. അത്രയും വലിയ സംഗതിയാണ് പാപം. സ്വർഗത്തെ ഇളക്കി മറിച്ച സാധനമാണ് ഈ സാധനം. ഹല്ലേലൂയ. ഇതിന്റെ ആഴങ്ങളെ കുറിച്ചൊന്നും ആരും അങ്ങനെ പറയുന്നില്ല. സ്വർഗത്തെ മുഴുവൻ കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞു, ദൈവത്തെ ടെറിബിളാക്കി കളഞ്ഞു ഈ സാധനം, പാപം. ദൈവത്തോട് പോലും വല്ലായ്മ തോന്നി. അവൻ മനുഷ്യരെ ഉണ്ടാക്കുന്നത് കൊണ്ട് അനുതപിച്ചു. ബൈബിൾ പറയുന്നു, ദൈവത്തെ പോലും ഒരു പ്രശ്നം കൊണ്ടിട്ട് കറക്കി കളഞ്ഞു. ഈ പാപം അത്ര വല്ലാത്തൊരു സംഗതിയാണ്. ഞാനിത് പറയുമ്പോൾ പൈശാചിക രാജ്യങ്ങൾക്ക് മഹാതട്ടുണ്ടാകുകയാണ്. ഞാൻ ഇന്ന് ആത്മാവിന്റെ ശക്തിയോടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നീ ഏത് പാപത്തിനകത്ത് നീ കുടുങ്ങിക്കിടക്കുന്നോ, നീ പുറത്തു വരും. നീ ഏത് പാപത്തിനകത്ത്, നീ സ്വയം പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, മറ്റൊരു വ്യക്തിയെ നീ കരുവാക്കുന്നില്ല, പക്ഷെ നീ നിന്റെ ശരീരത്തിൽ തന്നെ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ നിന്നിൽ തന്നെ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, come out on that. പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് സ്വതന്ത്രമാക്കും. നീ മറ്റാരെയും നീ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പക്ഷെ നീ നിന്റെ സുഖത്തിനായി എന്തെങ്കിലും ഒന്നിനകത്ത് നീ കമ്മിറ്റഡ് ആണെങ്കിൽ, നീ മറ്റാരെയും നീ അതിനകത്ത് കരുവാക്കുന്നില്ല, പക്ഷെ നീ തന്നെ അങ്ങനെ ആകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് ഫ്രീ ആക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഫ്രീ ആക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. നിങ്ങൾക്ക് ഏതൊന്നിനകത്തുനിന്ന് പുറത്തു വരണമോ, പരിശുദ്ധാത്മാവ് നിങ്ങൾ അതിനകത്തുനിന്ന് ഫ്രീ ആക്കും. ഏതൊന്നിനകത്തുനിന്ന് നിങ്ങൾ പുറത്തു വരണമോ, ഏതൊന്നിനകത്തുനിന്ന് കർത്താവ് നിന്നെ അതിനകത്ത് ഫ്രീ ആക്കും. കമോൺ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. In the name of Jesus Christ, in the name of Jesus Christ, talmau shakatil maholi gast, in talokomogo satalabakayalaba, in the name of നിങ്ങളുടെ മക്കളാണോ പാപത്തിന് കമ്മിറ്റഡ് ആയിരിക്കുന്നത്, പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. നിങ്ങളുടെ തലമുറകളാണോ, പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. ആമേൻ, 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 ആമേൻ. നിങ്ങളുടെ മരുമകളാണോ, മരുമകനാണോ, പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. നിങ്ങളുടെ സഹോദരനാണോ, സഹോദരിയാണോ, പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. വലിയ ഒരു ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. വലിയൊരു ഡെലിവറൻസ്.
അപ്പന്റെ സ്ഥാനത്തേക്ക് തിരിച്ചു കയറ്, അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു കയറ്. ഒരു ധൂർത്തുപുത്രൻ മടങ്ങി വന്നതുപോലെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു കയറ്. നിനക്കുള്ള മോതിരം റെഡിയാണ്, നിനക്കുള്ള വസ്ത്രം റെഡിയാണ്, നിനക്കുള്ള ചപ്പൽ റെഡിയാണ്, നിനക്കുള്ള പരിചാരകർ റെഡിയാണ്. കമോൺ, നീ ഒരു കാലം വിശുദ്ധിയോടെ ജീവിച്ചപ്പോ നിന്റെ കൂടെ ജീവിച്ച ഏഞ്ചൽസിനെ പോലും ദൈവം നിനക്ക് മടക്കി തരും. Amazing God, in Jesus' name. Elkonian Tilebo Koshas Kamontas. In the name of Jesus Christ. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. Lord Rufana Koshazia. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി പലരുടെ മേൽ ആഞ്ഞടിക്കുകയാണ്. ദൈവശക്തി പലരുടെ മേലും ആഞ്ഞടിക്കുകയാണ്. പല യൗവനക്കാരുടെ മേൽ, യൗവനക്കാരികളുടെ മേൽ, ശുശ്രൂഷകരുടെ മേൽ, ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വർഷിക്കുന്ന സമയം. പ്രാർത്ഥിക്കുക. ആമേൻ. യേശുവേ എന്നെ തൊടണമെന്ന് പറയുക, യേശുവേ എന്നെ തൊടണമെന്ന് പറയുക, യേശുവേ എന്നെ വിടുവിക്കണമേ എന്ന് പറയുക, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുക, ദൈവമേ എൻ്റെ ഈ പാപ പ്രകൃതത്തിൽ നിന്ന് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുക, കർത്താവേ എൻ്റെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പറയുക. ആമേൻ. കർത്താവേ ഈ പാപ ബന്ധത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പറയുക. ആ ചങ്ങലകൾ, ചരടുകൾ എന്നിൽ നിന്ന് പൊട്ടണമെന്ന് പറയുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവിശുദ്ധിയുടെ തീ ഇറങ്ങട്ടെ, വിശുദ്ധിയുടെ തീ കത്തട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഏത് പാതിരാത്രിയിലും തട്ടി വിളിക്കുവാൻ, ഏത് പാതിരാത്രിയിലും നിന്റെ പേർ പറഞ്ഞ് ദൈവത്തിന് വിളിക്കുവാൻ കൊള്ളാമെന്നുള്ള ഒരുക്കപ്പെട്ടവനായി നിന്നെ സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന ഒരു രാത്രി. ആമേൻ. സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയം, നിന്നെ സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയം. പല വീരന്മാരെ കൊണ്ടും ചെയ്യാമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ട് ഇന്നൊരു തീരുമാനത്തിലൂടെ നീ എത്തുമ്പോൾ നിന്നെ കൊണ്ട് സ്വർഗം ചെയ്യിക്കാൻ. Oh Jesus name. പരിശുദ്ധാത്മാവ് ഇന്നൊരവസരം നോക്കുകയാണ്. സ്വർഗം ഇന്നൊരവസരം നോക്കുകയാണ്. സ്വർഗം ഇന്നൊരവസരം നോക്കുകയാണ്. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ സൂമിലും യൂട്യൂബിലുമായി കാണുന്ന 2 പ്ലാറ്റ്ഫോമിലും ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. ഒരു മഹാവിടുതൽ ഇന്ന് സംഭവിച്ചതിനായി സ്തോത്രം. അപ്പന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ കയറുകയാപ്പാ. ഞങ്ങൾ അറിവില്ലായ്മയാൽ ഞങ്ങൾ പാപം ചെയ്തു പോയി. ഞങ്ങൾ ഇന്നപ്പ സകലതും ക്ഷമിക്കണമേ എന്ന യാചനയോടുകൂടെ ഞങ്ങൾ അപ്പന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു കയറും. നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടുപോയ അഭിഷേകം മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടുപോയ ആത്മീയ സന്തോഷം മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടുപോയ ദൈവകൃപ മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ടുപോയ ദൈവിക ബന്ധം മടങ്ങി വരട്ടെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ വചനത്തോടുള്ള അടുപ്പം മടങ്ങി വരട്ടെ. ഞാൻ പ്രാർത്ഥിച്ചവരെ ബ്ലസ് ചെയ്യുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടും ഇന്ന് ഈ തിരുവെഴുത്ത് ആമേൻ നമുക്ക് ആമേൻ തന്ന തിരുവെഴുത്തിനോടുകൂടെയും കർത്താവിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നും എന്നും എപ്പോഴും അരുമനാഥന്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് നമുക്ക് ഇതേ ചാനലിൽ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഒപ്പം എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണിക്കും നമുക്ക് ഈവനിങ് സർവീസ് ദൈവത്തിന്റെ കൃപയാൽ ഈ പ്ലാറ്റ്ഫോമിൽ നടന്നു വരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നൽകിത്തരും. സോ നിങ്ങൾ ഇതിൽ ഫോളോ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ എല്ലാ മീറ്റിംഗ്സിനും നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനലിൽ നടക്കുന്ന മീറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും സഹിതം നിങ്ങൾ വാട്സാപ്പിൽ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്നും അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ സൗകര്യമുണ്ട്. ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ അറിയിക്കാം. ഞങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും.